ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ലഭ്യമാക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വലിയ സപ്പോർട്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള എപ്പോഴുമുള്ള പ്രചോദനം. അതാണ് എൻ്റെ എനിക്ക് ആത്മഹർഷം നൽകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എന്നെ ഈ ചാനലുമായി മുന്നോട്ട് പോകാനായിട്ട് അശരണരായിട്ടുള്ള അലംബഹീനരായിട്ടുള്ള വിഷമിക്കുന്ന ദുഃഖം അനുഭവിക്കുന്ന ചില ആൾക്കാർക്കെങ്കിലും ഒരു സഹായഹസ്തവുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ട്രാവൽ വിത്ത് സുനുവിന് സാധ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് മുൻപ് ഞാൻ ചോറ്റാനിക്കര അമ്മയെക്കുറിച്ചും വല്ലാർപാടത്ത് അമ്മയെക്കുറിച്ചും വളരെ ദൃഷ്ടാന്തങ്ങളും വളരെ നമുക്ക് ഹൃദയത്തിൽ ഇങ്ങനെ അനുഭൂതി നിറയുന്ന തരത്തിലുള്ള, നമ്മളെ കോൾമേർ കൊള്ളിക്കുന്ന തരത്തിലുള്ള, നമ്മളെ രോമാഞ്ച പുളകിതരാക്കുന്ന തരത്തിലുള്ള നമ്മുടെ അനുഭവ സാക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറയുകയുണ്ടായി, നിങ്ങളുമായിട്ടൊക്കെ പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം പലരും എന്നോട് പറഞ്ഞിരുന്നു, ഇതിൽ മെസ്സേജ് വന്നിരുന്നു, കൃപാസനത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണം, കൃപാസനത്തെക്കുറിച്ചുള്ള വീഡിയോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൃപാസനം എന്ന് പറഞ്ഞ സംഗതി എന്നാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ചിലപ്പോഴൊക്കെ യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊക്കെ യാദൃശ്ചികമായിട്ടൊക്കെ ഈ കൃപാസനം പത്രം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ കരുതിയത് ഈ കൃപാസനം എന്ന് പറഞ്ഞത് ഒരു പത്രത്തിൻ്റെ പേരാണ്, അതിനെയാണ് കൃപാസനം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ദീപനാളം, ക്രിസ്തീയ മിഷണറിമാരുടെ ചില പത്രങ്ങളൊക്കെ ഉണ്ട്. സത്യദീപം എനിക്കറിയാവുന്ന പത്രമാണ്. ദീപനാളത്തിലൊക്കെ ഞാൻ ധാരാളം ലേഖനങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. സത്യദീപം, ദീപനാളം, അതുപോലെയുള്ള ഒരു പത്രമാണ് ഈ കൃപാസനം എന്നായിരുന്നു ഞാൻ ധരിച്ചു വെച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് ചില ടി വിയിലും മറ്റുള്ളതായിട്ട് കൃപാസനം പത്രത്തെക്കുറിച്ചുള്ള ചില നെഗറ്റീവ് ഇങ്ങനെ വളരെ വേഗമൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആകുമല്ലോ, പത്രത്തെക്കുറിച്ചുള്ളതാണ് അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കുകയുണ്ടായി. അപ്പോൾ അതിലേക്ക് ഞാനത് കൂടുതലായിട്ട് വ്യാപൃതനാകുകയും അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ വയനാട് ഉരുൾപൊട്ട ദുരന്തത്തിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള ആ പ്രാർത്ഥന, അവിടെ ധാരാളം ക്രിസ്തീയ സഹോദരിമാരുമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ബലിതർപ്പണം ചെയ്യുവാനായിട്ട് ഞാൻ രാമേശ്വരത്ത് ഞാൻ പോയിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ കരുതിയിരുന്നു, തീർച്ചയായിട്ടും ഈ കൃപാസനത്തെക്കുറിച്ചുള്ള ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിന്ന് കൃപാസനം എന്താണ് എന്ന് അറിയുവാനായിട്ട് അവിടെ പോകണം, അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തീയ വിശ്വാസികളായിട്ട് ഞാൻ ഒരു ക്രിസ്തുവിലും അല്ലെങ്കിൽ പരിശുദ്ധ കന്യാമറിയത്തിലും മറ്റുള്ള ആ രീതിയിലേക്കുള്ള വിശ്വാസത്തിൽ ഞാൻ എപ്പോഴും അചഞ്ചലമായ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നയാളാണ്. അതിലുപരിയായിട്ട് മാതൃസങ്കല്പങ്ങൾ അത് ആര് തന്നെ ആയിക്കോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, മാതാവ് എന്നുള്ള സങ്കല്പം, അമ്മ എന്നുള്ള സങ്കല്പം വളരെയേറെ ശ്രേഷ്ഠതയോട് കൂടിയിട്ട്, വളരെയേറെ നൈർമല്യത്തോട് കൂടിയിട്ട് ഞാൻ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. അത് നമ്മളുടെ ചോറ്റാനിക്കര അമ്മയാണെങ്കിലും കൊടുങ്ങല്ലൂർ അമ്മയാണെങ്കിലും മൂകാംബിക ഭഗവതിയാണെങ്കിലും ദേവിയാണെങ്കിലും സരസ്വതി ദേവി, ഞങ്ങളുടെ ഹിന്ദു പുരാണത്തിലുള്ള ഏത് ദേവിമാരാണെങ്കിലും, അതോടൊപ്പം തന്നെ പരിശുദ്ധ കന്യാമറിയമാണെന്നുണ്ടെങ്കിലും ഒക്കെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് പിടിക്കുന്നയാളാണ്. ഹൃദയത്തിൽ അങ്ങേയറ്റം ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുകയും ചെയ്യുന്നതാണ്. വിശ്വാസവും അവിശ്വാസവും ഒക്കെ മറ്റുള്ളവരെ സംബന്ധിച്ചോളം അത് ചിലരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഈ വീഡിയോ, ഞാൻ കൃപാസനത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും എൻ്റെ വ്യക്തിപരമായ, തികച്ചും 100% എൻ്റെ വ്യക്തിപരമായ അനുഭവവും എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളുമാണ്. ഇതിനകത്ത് കൃപാസനവുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ള കാര്യം ഞാൻ അറിയിച്ചു കൊള്ളുന്നു. കൃപാസനത്തിലെ ആളുകൾക്ക് അവരുടെ രജിസ്റ്റർ പരിശോധിച്ചാൽ മാത്രമാണ്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ചിലപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി കൃപാസനത്തിൽ ചെന്നതായിട്ട് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതല്ലാതെ കൃപാസനത്തിൽ ഞാൻ ചെന്നു എന്നുള്ളതല്ലാതെ കൃപാസനം എന്ന് പറഞ്ഞ ആ ഒരു ധ്യാന കേന്ദ്രം അല്ലെന്നുണ്ടെങ്കിൽ ആ ആത്മീയ ഗൃഹവുമായിട്ട് ഇതും ഞാൻ പറയുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. എക്സ്ട്രീംലി എൻ്റെ വ്യക്തിപരമായ അനുഭവം മാത്രമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് എന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് തുടങ്ങട്ടെ.
അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയുള്ള ഒരു അറിവ് മാത്രമേ ഈ പത്രം കൃപാസനം പത്രം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആ അറിവ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തൊരു സ്നേഹിതനുണ്ട്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് കൃപാസനം പള്ളിയിലൊന്ന് പോകണം. കൃപാസനം എന്ന് പറഞ്ഞ് പള്ളി ഉള്ളതായിട്ട് കേൾക്കുന്നു, ആലപ്പുഴ ജില്ലയിൽ എവിടെയോ ഉള്ളതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ ഓർക്കുകയാണ്, രാവിലെ എനിക്ക് അവിടുത്തെ സമയക്രമമൊന്നും അറിയില്ല, നമുക്ക് രാവിലെ പോയേക്കാമെന്ന് പറഞ്ഞപ്പോൾ സ്നേഹിതൻ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, അമ്മയുണ്ട്, അമ്മയെയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അവരെ ക്രിസ്തീയ വിശ്വാസികളാണ്. ക്രിസ്തീയ വിശ്വാസികളായതുകൊണ്ടാണ് അവർക്ക് പള്ളിയുടെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടൊക്കെ അറിയാമല്ലോ. ഞാൻ പള്ളിയിൽ പോകും, മുട്ടുകുത്തും. എനിക്ക് പറയാനുള്ളതൊക്കെ എന്താ പറയുക, പ്രാർത്ഥിക്കും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ഒരു പ്രാർത്ഥനാ മന്ത്രം മാത്രമാണ് ഞാൻ ഏവരും എവിടെ പോയി കഴിഞ്ഞാലും എൻ്റെ മനസ്സിൽ നിന്ന് വരുന്നത്. ആരെങ്കിലുമൊക്കെ അവിടെ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ പറയും, ദൈവമേ, ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും, അല്ലെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന സ്ത്രീയുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ അവിടുന്ന് വൃത്തി ഉണ്ടാക്കി കൊടുക്കണേ. ഇത്രയേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. എനിക്കിതിനപ്പുറത്തേക്കുള്ള ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞ സംഗതി എനിക്കില്ല. പിന്നെ ഈ കൃപാസനത്തിലേക്ക് പോകാനുള്ള എൻ്റെ ഒരു ചേതോ വികാരം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ചാനൽ ചോറ്റാനിക്കര അമ്മയുടെ ഒരു അമ്മയെക്കുറിച്ച് ചെയ്യുമ്പോൾ മറ്റുള്ള ഞാൻ പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മണർകാട്ട് അമ്മയെക്കുറിച്ച്, വല്ലാർപാടത്ത് അമ്മയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ആണ് ആൾക്കാർ കൃപാസന മാതാവിനെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാനത് അവിടേക്ക് പോകാമെന്ന് ഞാൻ കരുതി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ തന്നെ മാതാവ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ദൈവം തമ്പുരാൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈശോയുടെ അമ്മയായ കന്യാമറിയത്തെക്കുറിച്ച് എൻ്റെ ഉള്ളിൽ ചില ഇൻബോണായിട്ട് എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ കേട്ട് വളർന്ന ചില സംഗതിയുണ്ട്. എൻ്റെ അമ്മ മാതാവിൻ്റെ പരമഭക്തയായിരുന്നു. ഹിന്ദു സ്ത്രീ ആണെങ്കിൽ തന്നെയും അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ അക്കരെ അമ്മ അല്ലാതെ ഞാൻ ജനിച്ച നാൾ മുതൽ എൻ്റെ അമ്മ സ്വന്തം അമ്മയാണെങ്കിലും എന്ത് സംഗതി വിളിച്ചാലും അമ്മ വിളിക്കുന്നത് എൻ്റെ അക്കരെ അമ്മേ, എൻ്റെ അക്കരെ അമ്മേ, എൻ്റെ അക്കരെ അമ്മേ, എൻ്റെ അക്കരെ അമ്മേ എന്നാണ് അമ്മ വിളിക്കാറുള്ളത്. അത് ഏതമ്മ, എനിക്ക് കുഞ്ഞിലെ ഒന്നും എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. കുറച്ച് മുതിർന്നപ്പോൾ ഞങ്ങളുടെ അവിടെ ഞാൻ ബേസിക്കലി കാഞ്ഞിരപ്പള്ളിക്കാരനാണ്, ബോൺ ആൻഡ് ബോട്ടപ്പ് അവിടെയായിരുന്നു. അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു പഴയകാല പള്ളിയുണ്ട്. അവിടുത്തെ വിശ്വാസ പ്രമാണം അനുസരിച്ചിട്ട് ശ്രീ മധുരമീനാക്ഷി ദേവിയും അവിടെ ഒരു മധുരമീനാക്ഷി ക്ഷേത്രമുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റാണ് അക്കരപ്പള്ളി. അക്കരപ്പള്ളിയിൽ കുടികൊള്ളുന്ന അമ്മയാണ് അക്കരയമ്മ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള, വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഞാൻ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ക്ഷേത്രം എന്ന് പറഞ്ഞാലും അമ്മ എന്ന് പറഞ്ഞാലും ആ ഒരു സങ്കല്പത്തിൽ പറഞ്ഞാൽ അറിയാമല്ലോ. അത് എൻ്റെ മനസ്സിലെ അമ്മ, എല്ലാ ചോറ്റാനിക്കര അമ്മയും ഭഗവതിയും അല്ലെങ്കിൽ മണർകാട്ടമ്മയും എല്ലാ അമ്മമാരും ഒന്നാണ്. അമ്മ എന്ന് പറഞ്ഞ സങ്കല്പം ഒന്ന് തന്നെയാണ്. സ്നേഹവും വാത്സല്യവും കാരുണ്യവും തുളുമ്പുന്ന, നമുക്ക് ആത്മനിർവൃതി ലഭിക്കുന്ന ആ സമീപത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലിങ്ങനെ സന്തോഷവും ആഹ്ലാദവും നൈർമല്യവും ഒക്കെ വാരി വിതറുന്ന ഒരു ചൈതന്യമാണ് എനിക്ക് എല്ലാ അമ്മമാരും, പരിശുദ്ധ കന്യാമറിയം ഉൾപ്പെടെ. അപ്പോൾ എൻ്റെ അമ്മയെക്കുറിച്ചാണ് പറഞ്ഞത്. അമ്മ എപ്പോഴും ഇങ്ങനെ പറയുന്നത്, എൻ്റെ അക്കരയമ്മേ, എൻ്റെ അക്കരയമ്മേ, എൻ്റെ അക്കരയമ്മേ എന്നമ്മയാണ് എപ്പോഴും. എന്ത് വിഷമം വന്നാലും, എന്ത് സന്തോഷം വന്നാലും, ആഹ്ലാദം വന്നാലും അല്ലെങ്കിലുമൊക്കെ അവിടെ ജാതി മതം അങ്ങനെയുള്ള സംഗതിയൊന്നും അല്ല അവിടെ. അമ്മ എങ്ങനെ, അമ്മയുടെയൊക്കെ വിശ്വാസം, അക്കരയമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും. അമ്മയുടെ സ്വന്തം അമ്മയായിട്ടാണ് ഞാൻ ആദ്യമൊക്കെ അക്കരയമ്മയെ കരുതിയിരുന്നത്. അപ്പം ഞാൻ ഓർത്ത് കാണാം, അമ്മ ദൂരെയായിട്ട് അക്കരെ ആയതുകൊണ്ട് അക്കരയമ്മേന്ന് അമ്മയുടെ അമ്മേനെ അങ്ങനെയാണ് വിളിക്കുന്നതെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പിന്നെ അത് ഞങ്ങൾക്കും അങ്ങനെ വന്നിരുന്നു. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അക്കരയമ്മേ അങ്ങനെ പ്രാർത്ഥിച്ചു പോകും നമ്മൾ. ആ ഒരു ശീലമാണ് അവിടെ. ഇപ്പം അക്രൈസ്തവൻ അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല. അതൊരു എന്താ പറയുന്നത്, ഒരു സംസ്കാരമാണ്, ഒരു പൈതൃകമാണ്. അതിനകത്ത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. അങ്ങനെ ശീലിച്ചുകൊണ്ട് എനിക്ക് പിന്നീട് മുതിർന്ന ശേഷമാണെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും എൻ്റെ അക്കരയമ്മേ എന്നുള്ള നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെന്ത് നല്ല കാര്യത്തിനാണെങ്കിലും നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാലും നമ്മൾ അമ്മേനെ മനസ്സിൽ സ്മരിക്കും. മാതാവിനെ, പരിശുദ്ധ കന്യാമറിയത്തിനെ നമ്മൾ മനസ്സിൽ സ്മരിക്കും, അമ്മ സങ്കല്പത്തിൽ വെച്ചുകൊണ്ട്. അപ്പോൾ ഇനി ഉള്ള കാര്യം പറയാം, എനിക്ക് പരിശുദ്ധ ദൈവം തമ്പുരാനോട് കൂടി ജീസസ് ക്രൈസ്റ്റിനോട് എനിക്കില്ല ഉള്ള അടുപ്പത്തിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് അടുപ്പം ഉള്ള കാര്യം പറയാമല്ലോ മാതാവിനോടാണ്, അമ്മ സങ്കല്പങ്ങളോടാണ് എനിക്ക് കൂടുതലായിട്ട് മമത. അതുകൊണ്ടാണ് ഞാൻ അമ്മമാർക്ക് വേണ്ടി ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ, അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു. ഞാൻ അതിരാവിലെ തന്നെ പോയി കേട്ടോ, അതിരാവിലെ പോയി, കാറിനാണ് പോയത്, കാർ ഓടിച്ച് പോയി. വളരെ സുഗമമായ യാത്രയായിരുന്നു. ഇടയ്ക്ക് വൈക്കം വഴിയാണ് പോയത്. വൈക്കത്തിൽ നിന്ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ അവിടെ കയറി, അവിടുന്ന് അതിൻ്റെ അടുത്തുള്ള ഒരു നല്ല ഒരു കടയുണ്ട്, അവിടെ കയറി ഇഡ്ഡലിയും നല്ല വടയും ഒക്കെ കഴിച്ചു. അവിടെ നിന്ന് വീണ്ടും അങ്ങനെ പോയി നമ്മുടെ തണ്ണീർമുക്കം ബണ്ട് വഴി കയറി ചേർത്തലയ്ക്ക് ഡൈവേർട്ട് ചെയ്ത് തിരിഞ്ഞ് ചേർത്തലയിൽ കൂടെ കയറി അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ചെന്ന് ആരോടും ചോദിക്കേണ്ടിയൊന്നും വന്നില്ല.
ചെന്നപ്പോൾ തന്നെ ഒരു കുറച്ചും അവിടെ ചെന്നപ്പോൾ ആൾക്കാരും ബഹളമൊക്കെ ഉണ്ട്. അപ്പോൾ മനസ്സിലായി. പിന്നെ അത് തന്നെയല്ല, പിന്നെ ഒരു രൂപമുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് കൃപാസനത്തിൻ്റെ ഒരു കവാടമൊക്കെ ഉണ്ട്, മനസ്സിലായി. കാർ പാർക്കിംഗ് ഉണ്ട്, വിശാലമായ പാർക്കിംഗ് ഉണ്ട്. അവിടെ പോയി പാർക്ക് ചെയ്ത് തിരിച്ച് 9 മണി, ഏകദേശം 9 മണി ആയതേ ഉള്ളൂ. 9 മണി ആയപ്പോഴേക്കും ഞാൻ കൃപാസനം പള്ളി, ആ പള്ളിയുടെ അകത്തേക്ക് ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും ഒത്തിരി ആളുകൾ, ധാരാളം ആളുകളുണ്ടെങ്കിലും ചെറുതായിട്ട് തന്നെ പിന്നെ മഴ പെയ്യുന്നുണ്ട്, എങ്കിലും ധാരാളം ആളുകൾ, വളരെ കൺജസ്റ്റഡായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എനിക്ക് തോന്നിയപ്പോൾ വലിയ ഫീലിംഗ് എന്നുള്ള കാര്യം പറയാം, വലിയ ഫീലിംഗ് ഒന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. ഒത്തിരി ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, പിന്നെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ചില സംഗതികളൊക്കെ ഉണ്ട്. അപ്പോഴാണ് എൻ്റെ ഈ യാത്രാമത്തിയാണ് പറഞ്ഞത്, ഈ കൃപാസനം പള്ളിയെക്കുറിച്ച് പറയുമ്പോഴത്തേനും അവിടെ ഒരു വാഗ്ദാനമുണ്ട്. നമ്മൾ ദൈവവുമായിട്ടൊരു ഉടമ്പടി വയ്ക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധിക്കാനുണ്ട് എങ്കിൽ, നമ്മുടെ ആ കാര്യം നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവവുമായിട്ട് നമുക്കൊരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് വെക്കുന്ന സ്ഥലമാണ്. ഞാൻ ഇത് കൊള്ളാമല്ലോ, ദൈവമായിട്ട് എല്ലാം മാറി, ഇപ്പോൾ ദൈവമായിട്ടാണ് എഗ്രിമെൻറ്റ് വെച്ചിട്ട് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ് ഇതെന്നെ. എനിക്കൊന്നും മനസ്സിലായി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു, ചേട്ടായി മിണ്ടാതിരിക്കുക, അവിടെ ചെല്ലുന്ന കേൾക്കുമ്പോൾ എല്ലാം മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, ഇതൊന്നും എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ അവിടെ ചെന്നു നോക്കി. സാധാരണ ഒരു പള്ളി പോലെയുള്ള ഒരു ചെറിയ പള്ളി, ഒത്തിരി വിശാലമായിട്ടുള്ളതൊന്നുമല്ല, ചെറിയൊരിതാണ്. പക്ഷേങ്കിൽ എനിക്ക് ഇച്ചിരി ഒരു ആദ്യമൊന്നും തോന്നിയില്ലെങ്കിലും കുറച്ച് നോക്കിയപ്പോൾ ആൾക്കാരുടെ മുഖഭാവവും അവരുടെ മുഖത്തെ ആൾക്കാരുടെ മുഖത്തുള്ള സന്തോഷവും ആ ഭക്തി നിർഭരമായിട്ടുള്ള ആ മനോഭാവമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ദർ ഈസ് സംതിങ് ഈസ് ദെയർ എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ എനിക്കുണ്ടായി. ഓക്കെ, എനിവേ ഞാൻ അവിടെ ചെന്നു, കൗണ്ടറിൽ ചെന്നിട്ട് ഞാൻ അപ്പം പറഞ്ഞു. അപ്പം അവർ എന്നോട് പറഞ്ഞു, ചേട്ടാ എവിടെ നിന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവർ പിന്നെ നേരത്തെ അവിടെ സന്ദർശിച്ചിട്ടുള്ള ആളുകളാണോ? അല്ല, എൻ്റെ സ്നേഹത്തിന് ആദ്യമായിട്ടാണ് പോകുന്നത്, ടു ബി ഫ്രാങ്ക്ലി. അപ്പോൾ അവിടെ നിന്ന് കൗണ്ടറിൽ ചെന്നപ്പോഴത്തേനും ഇതുപോലെയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനുള്ള ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യണം, എനിക്ക് ചില 1-2 കാര്യങ്ങൾ അറിയാനുണ്ട്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ അക്രൈസ്തവനാണല്ലോ, അപ്പോൾ എനിക്കുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, നീ എന്നോട് ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ പേര് വിവരമൊന്നും വെളിപ്പെടുത്തുന്നില്ല, അതൊരു ഇതിൻ്റെ പേരിൽ വെച്ചിരിക്കുകയാണ്. അപ്പം അദ്ദേഹമുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ അമ്മ അവിടെ നിന്നപ്പം പറഞ്ഞ ഒരു കാര്യം, നമുക്ക് അമ്മയുടെ പേരിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അമ്മയുടെ പേരിൽ പറഞ്ഞു, അമ്മയുടെ പേരും ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു 100 രൂപ അടച്ചപ്പോൾ അവർ നമുക്കൊരു ചെറിയ കിറ്റ് വന്നു. അതിൻ്റെ കുറച്ച് കൃപാസനം പത്രമുണ്ട്, പിന്നെ ഫോമൊക്കെ അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെയാണ് തന്നത്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യൂ, കുറച്ച് 11 മണിയാകുമ്പോഴത്തേനും ആദ്യത്തെ ആൾക്കാരെയൊക്കെ വിളിച്ചു. അപ്പോൾ നമുക്കൊരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ് കൃപാസനം, ഏതാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ അവർ പറഞ്ഞു തരും. അതിനുശേഷം നിങ്ങൾക്ക് വേണം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ അപ്പ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പുറത്തുപോയി ചായയൊക്കെ കുടിച്ച് പള്ളി വീണ്ടും ഒന്നുകൂടെയൊക്കെ ചുറ്റിക്കണ്ടു. അവിടെ ആളുകൾ നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ ഉടമ്പടി എടുത്തിയ ആൾക്കാർ ഒരു മുത്തക്കുടിയും മാതാവിൻ്റെ തിരുസ്വരൂപവും ഒക്കെ ആയിട്ട് ആൾക്കാരിങ്ങനെ വരുന്നു. ഉടമ്പടി എടുത്തിയ ആളുകൾ ഇങ്ങനെ ലൈനായിട്ട് വരുന്നു. പല ഒരു 10-20 രൂപയുടെ ബാച്ചായിട്ടൊക്കെയാണ് അങ്ങനെ ആളുകൾ വരുന്നത്. അപ്പോൾ അവർ അവിടെ വന്നു. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് കയറിയിരുന്നപ്പോൾ ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ ധാരാളം ഉണ്ട്. ഒരു ഹാൾ നിറയെ ആളുകളാണ്, ഇരിക്കാനിടയില്ല, അത്രയും ആളുകളായി. ഞങ്ങൾ അനുഭവിക്കുന്നപ്പോൾ അവിടെ മീൻസ് നിറച്ച് മനുഷ്യരായി കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 11 മണിയായപ്പോഴത്തേനും അവർ അച്ഛൻ വന്ന് VPH എന്നോ മറ്റോ അദ്ദേഹത്തിൻ്റെ പേര്, ഐ തിങ്ക് സോ. അദ്ദേഹത്തിൻ്റെ ക്ലാസ് അത് ഓൺലൈനായിട്ട് ഇങ്ങനെ പറയുകയാണ് ചെയ്തു. അപ്പോൾ അച്ഛൻ കൃപാസനം എന്ന് പറഞ്ഞ ആ ഒരു പള്ളി മാതാവിൻ്റെ ദർശനത്താൽ അല്ലെങ്കിൽ മാതാവ് പ്രത്യക്ഷയ സ്ഥലമാണ് കൃപാസനം, ആ പള്ളി ഇരിക്കുന്ന സ്ഥലം. അതിന് കാരണഭൂതമായുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിച്ച് തന്നു. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ മധ്യസ്ഥം, മാതാവ് എങ്ങനെയാണ് ഒരു ഇടനിലക്കാരിയായിട്ട് നമ്മൾ എങ്ങനെയാണ് ദൈവവുമായിട്ടൊരു എഗ്രിമെൻറ്റ് വെക്കുന്നത്. അപ്പോൾ ആ എഗ്രിമെൻറ്റിൻ്റെ ചില സംഗതികളൊക്കെ ഉണ്ട്. നമ്മളുടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ജീവിതത്തിലുള്ള തിന്മകളൊക്കെ നമ്മൾ ഇല്ലാതെയാക്കാം. മദ്യപിക്കില്ല, പുകവലിക്കില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല, കള്ളം പറയില്ല, എല്ലാ രാവിലെ പ്രാർത്ഥിക്കും, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥനാനിരതമായ മനസ്സായിരിക്കണം നമുക്ക്. നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതിന് 1-2 കാര്യങ്ങൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് ഈ കൃപാസനം പത്രം നമ്മൾ വിതരണം ചെയ്യണം. അത് കൂടുതലായിട്ട് അക്രൈസ്തവരിലും വിതരണം ചെയ്യണം, ഹിന്ദുക്കളും മറ്റുള്ള ആളുകളിലേക്ക് കൊടുക്കണം. അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ എനിക്കത്ര വലിയ, നമ്മൾ ഒരു നന്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈശ്വര ചൈതന്യത്തെക്കുറിച്ച്, ഈശ്വരൻ്റെ മഹിമ നമ്മൾ ഈ പത്രം വഴിയോ അല്ലെങ്കിൽ അച്ചടിച്ച നോട്ടീസ് വഴിയോ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കലി മാതാവിൻ്റെ കൃപ, സഞ്ചാരി മാതാവ് എന്നാണ് പറയുന്നത്. ധാരാളം അനുഭവങ്ങൾ ആളുകൾ പറയുന്നുണ്ട്, അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് സ്പ്രെഡ് ആയിക്കോളും. അതിലിപ്പോൾ ആരും ഞാൻ ടു ബി ഫ്രാങ്ക്ലി ഞാൻ പറയണം, VPH കേട്ടാലും കൃപാസനത്തിൻ്റെ വളരെയേറെ ആൾക്കാർ കേട്ടാലും കേട്ടില്ലെങ്കിലും എനിക്ക് അത് വിഷയമുള്ള കാര്യമല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത്യധികമായ കൃപാ കടാക്ഷം
അല്ലെങ്കിൽ ആ നന്മയുടെ ആ സ്രോതസ്സ് നമ്മൾ ദൈവീകമായിട്ടുള്ള ആ നിർവൃതി അല്ലെങ്കിൽ ആ വലയം സ്പ്രെഡ് ഔട്ട് ആക്കാനായിട്ട് ഒരു പത്രത്തിൻ്റെയും ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു നോട്ടീസിൻ്റെയും ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് അങ്ങനെ ഓട്ടോമാറ്റിക്കലി അത് തന്നെ വ്യാപിച്ചോളും. ആ ദൈവീകമായ നമുക്കുള്ള എന്താ പറയുക, ആത്മവിശ്വാസവും അടിയുറച്ച നമ്മുടേതായുള്ള വിശ്വാസം, അത് മാത്രം മതി. ഒരു പത്രവും വേണ്ട, ഒരു നോട്ടീസും വേണ്ട, ഒരു കൊട്ടുഘോഷിക്കലും വേണ്ട, ഒരു അഡ്വർടൈസും വേണ്ട. അല്ലാതെ തന്നെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് നിർമ്മലമായ ഭാവത്തോട് കൂടിയിട്ട് അതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും. അത് എൻ്റെ കാഴ്ചപ്പാടാണ്. കൃപാസനം പത്രം ആളുകൾ വായിക്കാം, വിൽക്കാം. അതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ളൊരു മാനദണ്ഡം കൂടിയാണത്. മറ്റുള്ളവരിലേക്ക്, അറിയാത്ത ആളുകളിലേക്ക് മറ്റുള്ളവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ എത്തിക്കാനായിട്ടൊരു മീഡിയ വേണമല്ലോ. ശാലം ടി വിയിലും മറ്റു പല സ്ഥലങ്ങളിലും കൃപാസനത്തെക്കുറിച്ചുള്ള നൊവേനയും മറ്റുള്ള കാര്യങ്ങളും ഇങ്ങനെയുള്ള സാക്ഷികളൊക്കെ പറയുന്നുണ്ടെന്ന് തന്നെ പിന്നീടാണ് മനസ്സിലായത്. എനിവേ, എന്ത് തന്നെ ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ അവിടെ നിന്ന് ആ ഫോമൊക്കെ ഉണ്ട്, നമ്മളത് പൂരിപ്പിക്കണം. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട്, പിന്നെ അമ്മയ്ക്ക് പ്രായമായി 60 വയസ്സ് കഴിഞ്ഞു, അതുകൊണ്ട് അമ്മയുടെ പേരിൽ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടായിയുടെ പേരിൽ, ചേട്ടായിയല്ലേ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത്. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല വെച്ച ഉടമ്പടി ഇങ്ങനെ കാര്യങ്ങളൊന്നും, എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി, നീ ഒരു കാര്യം നിൻ്റെ പേരെഴുതിയിട്ടിട്ട് ഉടമ്പടി വെച്ചാൽ മതി. എനിക്ക് സഫലീകൃതമാകുവാനായിട്ടുള്ള എനിക്ക് ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ലോകത്ത് വിഷമം അനുഭവിക്കുന്ന, ദുഃഖവും ദുരിതവും ഒക്കെ അനുഭവിക്കുന്ന ആളുകൾ അവർ സൗഖ്യം പ്രാപിക്കണം. അവരുടെ വേദനകൾ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കിയില്ലെങ്കിൽ അതിനൊരു ചെറിയൊരു ലേപനത്തിലൂടെ എന്തിലാണെങ്കിലും കൂടി ഒരു സൗഖ്യം നൽകാനായിട്ട് ഏത് ദൈവമാണെന്നുണ്ടെങ്കിലും അതിന് കനിയണം, അല്ലെങ്കിൽ അവരെ അനുഗ്രഹിക്കണം. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പ്രാർത്ഥന. അതുകൊണ്ട് എനിക്കങ്ങനെ എഴുതിയിടാനായിട്ട് മറ്റൊന്നുമില്ല. നമ്മുടെ പിന്നെ എസ്പെഷ്യലി നമ്മുടെ വയനാടുള്ള ആൾക്കാർക്ക്, അത് നമ്മൾ മരണപ്പെട്ടു പോയ ആളുകളാണ്, ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കാര്യം നമുക്കറിയാം. പക്ഷേ എങ്കിൽ നമ്മളൊരു പ്രത്യേക കാര്യം വളരെ പ്രത്യേക പരിമിതമായ സമയം കൊണ്ട് വളരെ വേഗം നടക്കുവാനായിട്ടാണ് ഈ എഗ്രിമെൻ്റ്, ഈ ഉടമ്പടി നമ്മൾ എഴുതിയിടുന്നത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ച ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ MLA ആകാനും മന്ത്രിയാകാനൊക്കെ ഇലക്ഷൻ നിന്നിട്ട് ഓടിപ്പോയിട്ട് ഈ മാതാവുമായിട്ടൊരു ഉടമ്പടി വെച്ചാൽ മതിയല്ലോ. അപ്പം 2 മാസം സമയം കൊണ്ട് ഈ പറയുന്ന കാലിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ എത്ര ഇതില്ലാത്ത, എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു നെഗറ്റീവിസമാണ് ഞാൻ തുറന്ന് പറയുകയാണ്. അപ്പം എത്ര പിന്തുണയില്ലാത്ത ആളുകളാണെങ്കിലും അവിടെ മാതാവിൻ്റെ ശക്തി ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ ഇവിടെ വെച്ച് മനസ്സിൽ കരുതിയ സംഗതിയാണ് കേട്ടോ. അപ്പോൾ ആ തോറ്റു പോകുന്ന ഉറപ്പുണ്ട്. അല്ലെങ്കിൽ ഒരു പാർട്ടിയിലും ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കുമോ? അങ്ങനെ വിജയിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേനും ഒന്നും പഠിക്കാതെ പോയിട്ട് എനിക്ക് IAS കിട്ടണം, ഞാൻ IASൻ്റെ എക്സാം എഴുതാൻ പോവുകയാണ്, ഒരു പ്രിപ്പറേഷൻ നടത്താതെ പോയി കഴിഞ്ഞിട്ട് ഈ ഉടമ്പടി വെച്ചുകൊണ്ട് മാത്രം പരീക്ഷ എഴുതാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള സംശയം എൻ്റെ മനസ്സിലായിട്ട്, നെഗറ്റീവിസം എൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും, എൻ്റെ മനസ്സിൻ്റെ ചിന്ത അവിടെ വെച്ചൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു, ഉള്ള കാര്യം പറയാമല്ലോ. അതൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചു. ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉടമ്പടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഹാളിലേക്ക് പോയി. അവിടെ വെച്ചിട്ടുള്ള മറ്റ് വിശദമായിട്ടുള്ള വിവരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു. അതിനുശേഷം തിരുസ്വരൂപവും മുത്തുക്കുടയൊക്കെ പിടിച്ച് മാതാവിൻ്റെ നാമമൊക്കെ ഉച്ചരിച്ച് പ്രാർത്ഥനയോടുകൂടി പിന്നെ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ആ പ്രാർത്ഥനാനിരതമായ മനസ്സുകളാണ് അവിടെ എല്ലായിടത്തുമുള്ളത്. എല്ലാവരും അതുതന്നെയാണ് ചെല്ലുന്നത്, വേറെ ഒരു മനസ്സിലും ഒന്നുമില്ല. അപ്പോൾ ഞാൻ വീണ്ടും അവിടെ നിന്ന് വന്നു. പിന്നെ അവിടെ വന്ന് കുറച്ച് നേരം കൂടെ ഇരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഉടമ്പടി എടുക്കാനായിട്ടുള്ള 2ാമത്തെ ക്ലാസ്സിലേക്ക് പോയ സമയത്ത് ഞാനല്ല പോയത്, അദ്ദേഹമാണ് പോയതുകൊണ്ട് ഞാൻ ആ സമയത്ത് അപ്പുറത്ത് വേറെ വാതിലുണ്ട്, ആ വാതിൽ കൂടെ ഇറങ്ങി ഞാൻ പുറത്ത് വന്ന് ഈ ഹാളിൽ വന്നിട്ട് ഞാൻ നോക്കി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ധാരാളം പള്ളികളിൽ ഞാൻ ഹിന്ദുസായിട്ടുള്ള ആളുകൾ പോയി കണ്ടിട്ടുണ്ട്. ഒത്തിരി ഹിന്ദുക്കളെ നമുക്ക് പല പള്ളികളിൽ കാണാൻ പറ്റും. തിരിച്ച് ക്രിസ്ത്യൻസ് മറ്റുള്ള ഹിന്ദു പള്ളികളിൽ ഹിന്ദു അമ്പലങ്ങളിലൊക്കെ പോവുക വളരെ കുറവാണ്. എങ്കിൽ പക്ഷേ ഹിന്ദു സൈഡിലെ ആളുകൾ, അത് അവരുടെ പ്രത്യേകതയാണ്, അവരെല്ലാത്തിനെയും അഡോപ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, ധാരാളം ഹിന്ദു സ്ത്രീകൾ, അതിൽ ബ്രാഹ്മിൺസ് മുതൽ മറ്റുള്ള പല വിഭാഗങ്ങളുള്ള, ഞാൻ കുറേ പേരോട് സംസാരിച്ചിരുന്നു, അവരൊക്കെ ഉടമ്പടി വയ്ക്കുവാനായിട്ട് വന്നതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നി കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ 1-2 പേരെ കണ്ട്, എനിക്ക് വളരെ പരിചയമുള്ള ആൾക്കാർ, വളരെ ടിപ്പിക്കലായിട്ട് ഓർത്തഡോക്സ് ആയിട്ടുള്ള ഹിന്ദു ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഞാൻ അവിടെ വെച്ച് കാണാൻ സാധിച്ചു. എനിക്ക് അതൊരു കോയിൻസിഡൻസ് ആണ്. പക്ഷേ അതിലുപരിയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകൾ ഈ ഉടമ്പടി വയ്ക്കുവാനായിട്ട് അവിടെ വന്നിരിക്കുന്നു. അവർ തലയിൽ മറ്റേ ബുർഖയൊന്നും ധരിച്ചിട്ടൊന്നുമില്ല, പക്ഷേ എങ്കിൽ നമ്മുടെ തലയിൽ ഇങ്ങനെ തുണിയൊക്കെ ഇട്ടുണ്ട്. തലയിൽ തുണിയിട്ടത് കൊണ്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ വെച്ചിട്ട് ഹൃദയവുമായി സംസാരിക്കും. ഭക്തിയുടെ മാർഗ്ഗങ്ങളിലേക്ക് ദൈവമാതാവിൻ്റെ വചനങ്ങൾ നമ്മൾ പറയുമ്പോഴേക്കും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ജാതിയോ മതമോ വർണ്ണമോ ഒന്നുമില്ല. എല്ലാവർക്കും ഒരേ ഒരു സംഗതികളേ
ഉള്ളൂ. തങ്ങൾ പ്രാർത്ഥനാനിരതമായ മനസ്സോട് കൂടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൽ സഫലീകൃതമാകാതെ ഇരിക്കുന്ന സംഗതികൾ എത്രയും വേഗം നടക്കണമേ ദൈവമേ എന്നുള്ള ആ ഒരു എന്താ പറയുക ഒരു ആയിട്ടാണ് നമ്മൾ മാതാവുമായിട്ട് ഉടമ്പടി വെക്കുവാനായിട്ട് ആളുകൾ വരുന്നത്. അവിടെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, പല തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന ആളുകളെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അതൊരു അതിശയമായ കാര്യമാണ്. മുസ്ലിങ്ങളെ ഞാനിത് ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നെ തെറ്റിദ്ധരിക്കരുത്, എന്നെ ട്രോളൊന്നും ചെയ്യരുത്. അത് തീർച്ചയായിട്ടും വസ്തുതയാണ്, സത്യസന്ധമായ ഞാൻ കണ്ട് മനസ്സിലാക്കിയ സംഗതിയാണ്. മറ്റൊരു കാര്യം കൂടി, ക്രൈസ്തവരെക്കാൾ കൂടുതലായിട്ട് കൃപാസനത്തിലെത്തുന്നവർ അക്രൈസ്തവരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് വാസ്തവമാണ് എന്നെനിക്ക് അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായ സംഗതിയാണ്. അപ്പോൾ ഞാൻ ഇത് കണ്ടു. അപ്പോൾ അവിടെ സാക്ഷ്യം പറയാനായിട്ട് ഒരു പെൺകുട്ടി വന്നു. ആ കുട്ടി പല പ്രാവശ്യം IELTS എഴുതി തോറ്റു പൊട്ടി പാളീസായതാണ്. പക്ഷേ അതിൽ കൃപാസനത്തിൽ ആരോ കുട്ടിയുടെ അമ്മയോ പിന്നെ വല്യമ്മയോ ആരോ പറഞ്ഞത്രേ അവിടെ പോയിട്ട് ചെയ്താൽ മതിയെന്ന്. കുട്ടി പഠിക്കുന്നില്ല. അങ്ങനെ വന്നിട്ട് കൊച്ചു IELTS പോയി നേഴ്സിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു അത് എഴുതി. ആ കൃപാസനത്തിൽ അവിടെ പുറത്തേക്ക് ജോലി കിട്ടണമേ മാതാവേ എന്നുള്ള രീതിയിലാണ് ഉടമ്പടി എടുത്തത്. പക്ഷേ ആ കൊച്ചു വന്ന് പറഞ്ഞ സംഗതി വളരെ വളരെ സ്പഷ്ടമായിട്ടല്ല, രേഖകൾ വെച്ചിട്ടാണ് ആ കുഞ്ഞു വന്ന് പറഞ്ഞത് കേട്ടോ. ആ കൊച്ചിന് IELTS കിട്ടി. അത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അവിടുന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു. നേരത്തെ ഇൻ്റർവ്യൂ ഒക്കെ തള്ളിക്കളഞ്ഞ ആ കൊച്ചിൻ്റെ ഇൻ്റർവ്യൂവിന് വിളിച്ചു UK അങ്ങനെ വന്നു. അത് പാസ്സായി. അതിന് ട്രെയിൻ ടിക്കറ്റ്, വിസ അടക്കം എല്ലാം കൊണ്ട് അത് പ്രദർശിപ്പിച്ചു. അതിനുശേഷം വേറെ ചേച്ചി വന്നു. പുള്ളിക്കാരിക്ക് 48 വയസ്സോ മറ്റുമായി. പുള്ളിക്കാരിക്ക് നമ്മുടെ പുറത്തേക്ക് വിദേശത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പരീക്ഷ എഴുതണം. അതൊക്കെ പുള്ളിക്കാരി തോറ്റു തിന്നാൻ പാടുന്നു. പുള്ളിക്കാരിക്ക് ഇത്രയും വയസ്സായിട്ട് ആ ടച്ചുമായിട്ട് 12 വർഷമായിട്ട് ജോലി ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ പുള്ളിക്കാരി ഇവിടെ വന്ന് ഉടമ്പടി വെച്ചു. വീണ്ടും ഒരു ജോലി ചെയ്യണമെന്നുള്ള മനസ്സോട് കൂടി ജോലിക്കായി അപേക്ഷിച്ചു. അത് ശരിയായി. ഇങ്ങനെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം ഇതുങ്ങളൊക്കെ ഇത് എന്നെ പറഞ്ഞത് ഉള്ളതാണോ ആർക്കറിയാം, അതൊക്കെ പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതിയാൽ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള രീതിയിൽ. പക്ഷേ 50 വയസ്സുള്ള ആളുകൾ ഗർഭം, നമുക്കറിയാം 50 വയസ്സിലൊക്കെ ഗർഭം വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ആളുകൾക്ക് അത് ഗർഭധാരണമൊക്കെ വളരെ വിഷമമുള്ള കാര്യമാണ്. പക്ഷേ അവിടെ വന്നിട്ട് മനസ്സുരുക്കി പ്രാർത്ഥിച്ച് ഉടമ്പടിക്കല്ല, എത്ര വലിയ കഠിനമായ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെയുള്ള കാര്യം, നമുക്കൊരു കുഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ, നമുക്കൊരു അമ്മയാകണമെന്നുണ്ടെങ്കിൽ എത്ര തീക്ഷ്ണമായ കടമ്പകളും നമ്മൾ കടക്കാൻ നമ്മൾ തയ്യാറാകും. എത്ര വലിയ പരീക്ഷണങ്ങൾ നമ്മൾ കടക്കാനായിട്ട് നമ്മൾ തയ്യാറാകും. നമ്മുടെ ജീവിതമാണ്, നമുക്ക് മറ്റൊരു വഴിയുമില്ല. നമ്മുടെ മുമ്പിൽ നമുക്കിതുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ ദൈവമേ എന്നുള്ള ആ ഒരു മനോഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ചെയ്യാൻ തയ്യാറായ ആ അമ്മയ്ക്ക്, ആ ഒരു സ്ത്രീക്ക് 50 വയസ്സിന് ശേഷം അവർ പ്രഗ്നൻ്റായി. അതൊക്കെ അങ്ങനെയുള്ള പല അത്ഭുതങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു വലിയ രീതിയിലേക്കൊന്നും എനിക്ക് ഇത് ചെയ്തില്ല, എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ പറഞ്ഞു ശരിയാണ്, ആയിരിക്കാം. അതെങ്ങനെ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് ഉണ്ട്, മാതാവ് സഹായിക്കുന്നുണ്ട്, ശരിയാണ്. അപ്പോൾ നമ്മളെല്ലാം നമ്മുടെ മനസ്സിലുള്ള എല്ലാ തിന്മകളെയും നമ്മൾ അകറ്റും. നമ്മുടെ മനസ്സിൽ കോൺസെൻട്രേഷൻ വരും. നമുക്ക് പഠിക്കണം, നമുക്ക് ജയിക്കണം, നമുക്ക് അതിലേക്ക് മുന്നേറണം എന്നുള്ളൊരു മനോഭാവം വരും. നമ്മുടെ തിന്മകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഉടമ്പടി വെക്കുമ്പോൾ നമ്മളെല്ലാത്തിനെയും അങ്ങ് മാറ്റി കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ദൈവികമായിട്ടുള്ള ഭാവം വരികയാണ് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മുടെ ഉള്ളിൽ ദൈവം എന്താ പറയുക, സാത്താനല്ലേ പിശാച് പോയിട്ട് ദൈവം അവിടെ പ്രവർത്തിക്കും. നമ്മൾ ആ മനസ്സോടുകൂടി, കഠിനാധ്വാനത്തോടുകൂടി, കഠിനമായ അംബീഷൻസിനോടുകൂടി നമ്മൾ പ്രവർത്തിച്ച് കഴിയുമ്പോൾ അങ്ങനെ നടക്കുന്നതായിരിക്കാമൊക്കെ എന്നൊക്കെ ഞാൻ വിശ്വസിച്ചു. അങ്ങനെ കരുതി. എനിവേ ആ സമയത്ത് ഞാൻ ഒന്നുകൂടെ ചുറ്റിക്കറങ്ങിയപ്പോൾ അവിടെ നമ്മൾ കയറി ചെല്ലുമ്പം ഇടതുവശത്തായിട്ട് വളരെ ഒരു കുമ്പസാരക്കൂടുണ്ട്. അതിനടുത്ത് വളരെ മനോഹരമായ ഭയങ്കര ചൈതന്യമുള്ള മാതാവിൻ്റെ ഒരു രൂപം വെച്ചിട്ട് ഒരു പ്രതിമ എനിക്ക് ഭയങ്കര അട്രാക്ഷനായിട്ട് തോന്നി. ഞാനിതെല്ലാം കണ്ടു, എല്ലാം നോക്കിയിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് അവിടെ ചെന്നപ്പോഴേക്ക് ഞാൻ ഓർത്തു, ഈ കൃപാസനം പള്ളിയെക്കുറിച്ചിട്ടുള്ള സംഗതികൾ ഞാൻ പറഞ്ഞു. ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു അക്രൈസ്തവനാണ് എങ്കിലും ഞാൻ പറയുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇതിവിടെ വന്നിട്ട് നമുക്കൊന്ന് പരീക്ഷിക്കുകയല്ല, ദൈവത്തിന് ഒരിക്കലും പരീക്ഷിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ചെന്നിട്ട് മാതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ആൾക്കാർ ഇത് ഒരുപക്ഷെ എൻ്റെ സാക്ഷ്യമായിട്ട് വേണമെങ്കിൽ അങ്ങനെ കരുതുന്നെങ്കിൽ അങ്ങനെ പറയാം. ഞാൻ പറയുകയാണ്, ദൈവികമായ ശക്തി നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ളതിന് തീർച്ചയായിട്ടുമുള്ള തെളിവുകളാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ നമ്മൾ ധാരാളമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ പറയുന്നത് ഒരിക്കലും ഞാനൊരു സഭയെ അല്ലെങ്കിൽ സമുദായത്തെ താഴ്ത്തിക്കെട്ടുവാനോ ഉയർത്തിക്കാട്ടുവാനോ അല്ല. ഞാൻ എൻ്റെക്ക് അവിടെ ചെന്നപ്പോൾ എനിക്കുണ്ടായ എൻ്റെ ചെറിയൊരു എനിക്ക് ലഭിച്ച ഒരു സംഗതി ഞാൻ പറയുകയാണത്. അത് അങ്ങനെ ആയതുകൊണ്ട് ഞാനങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മറ്റുള്ള വശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ മാതാവിന് വളരെ തേജോമയ, വളരെ തേജസ്സുള്ള ആ ഒരു രൂപമാണ്. ഞാൻ അവിടെ ചെന്നു, അതിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ കൈകൾ ഇങ്ങനെ വെച്ചു. കൈകൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മേ,
എനിക്ക് അങ്ങയുടെ സവിധത്തിൽ വന്നപ്പോൾ എനിക്ക് അതിയായ സന്തോഷവും മനസ്സിന് ആനന്ദവും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നതിനകത്ത് എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ള കാര്യം. ഞാൻ അമ്മയുടെ സവിധത്തിൽ വന്നപ്പോൾ അമ്മമാരോട് ഒരിക്കലും നമ്മളങ്ങനെ പറയാൻ പാടില്ലല്ലോ. എന്നാലും എനിക്ക് ഇവിടെ വന്നതിന് അല്ലെങ്കിൽ അമ്മയുടെ ഈ ശക്തി, അപാരമായ ശക്തി, അമ്മയുടെ വിശ്വാസികളിലേക്ക്, അമ്മയെ സഞ്ചാരി മാതാവെന്നാണ് പറയുന്നത്. ഈ ലോജിക്കുണ്ടോ ലോജിക്കില്ലയോ എന്നുള്ളതല്ല വിഷയം, ഭക്തിയും വിഭക്തിയും ഒന്നും ഉള്ളതല്ല വിഷയം. അമ്മയുടെ സവിധത്തിൽ വരുന്ന ആൾക്കാരെ അചഞ്ചലമായ ഭക്തിയോടുകൂടി അടിയുറച്ച വിശ്വാസത്തോടുകൂടി ഒരു കാര്യം നേടിയെടുക്കുവാനായിട്ട് ദൈവവുമായിട്ടൊരു ഉടമ്പടി വെച്ചിട്ട് അത് നടപ്പിലാകുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എനിക്കറിയില്ല. അങ്ങനെ പറയുന്നപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ഇപ്പം വന്നതാണ്. അപ്പോൾ അമ്മ എനിക്കൊരു തെളിവ് തരാൻ അമ്മയെ കൊണ്ട് പറ്റുമോ? എൻ്റെ അമ്മയോട് പറയുന്ന പോലെ തന്നെ അമ്മയോട് പറയുക കേട്ടോ. അങ്ങനെ തന്നെയാണ് ഞാൻ സംവദിച്ചത് മാതാവിനോട്. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ അതൊരു രൂപക്കൂട്ടാണ്. ഞാൻ അവിടെ കൈവച്ചിട്ട് ഇങ്ങനെ ഒരു മിനിറ്റ് ഞാൻ അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ അവിടെ ഇങ്ങനെ നിന്നിട്ട് ഞാൻ അവിടെ തന്നെ ആ സൈഡിൽ ആൾക്കാർ കൊന്ത ചെല്ലുന്നുണ്ട്, എൻ്റെ ആൾക്കാർ പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വലത് കയ്യിൽ ഭയങ്കര ശക്തമായ വേദന എനിക്കെൻ്റെ വലത് കയ്യിൽ അനുഭവപ്പെടുത്തി. ഞാൻ ഒരു സാക്ഷ്യം പറയുന്നതായിട്ട് ആരും തെറ്റിദ്ധരിക്കില്ലായിരുന്നു. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ സ്നേഹിതനോട് അവർക്ക് മാത്രമേ അത് അറിയുള്ളൂ. അത് അവരതിന് സാക്ഷികളാണ്. അപ്പോൾ എൻ്റെ വലത് കയ്യിൽ ശക്തമായിട്ട് എനിക്ക് വേദന എടുത്തു. വലത് കയ്യിൽ ഭയങ്കരമായിട്ട് എൻ്റെ കൈക്ക് ഭയങ്കര വേദന എൻ്റെ ഈ വലത് കൈക്ക്. അപ്പോഴേ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വലത് കൈയുടെ നടുഭാഗത്ത് ഭയങ്കര വിങ്ങലിട്ട് ആ നടുഭാഗത്ത് ഒരു കുഞ്ഞൊരു ഇതുപോലെ വന്നിട്ട് ഞാൻ നോക്കിയപ്പം എൻ്റെ വലത് കൈയുടെ കൈ മുറിഞ്ഞിട്ട് അവിടെ നിന്ന് 3 തുള്ളി രക്തം. ഞാനത് കാണിക്കാം. ഇത് കണ്ടോ, ഈ ഭാഗത്താണ് എൻ്റെ കൈ മുറിഞ്ഞതാണ്. ഇവിടെ ഇതിൻ്റെ നടുക്ക് ഞാൻ വര കണ്ടില്ലേ, അവിടെ മുറിഞ്ഞിട്ട് അവിടെ നിന്ന് 3 ഡ്രോപ്പ്. ഞാൻ അവിടെ നിന്നപ്പോൾ 3 തുള്ളി ബ്ലഡ് അവിടെ നിന്ന് ആ ഭാഗത്ത് നിന്ന്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അർത്ഥമുണ്ടോ, ഇതിനകത്ത് എന്താണോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അവിടെ വെച്ച് ആ 3 തുള്ളി ബ്ലഡ് അവിടെ വന്നിട്ട് ഒരു കാര്യമില്ലാത്ത, അവിടെ മുറിയാനോ ബ്ലേഡോ മറ്റോ കത്തിയോ കമ്പോ ഒന്നുമില്ല. ഭയങ്കര ശക്തമായിട്ടുള്ള നമ്മുടെ ശരീരത്തിലുള്ള സകല ശക്തിയും സകല സംഗതികളും സകല വേദനകളും ഒരു നിമിഷം ഒരൊറ്റ സെക്കൻഡിൽ കൊണ്ട് എൻ്റെ ഈ വലത് കൈയുടെ ഉള്ളം കൈയിലേക്ക് വരികയും ആ ഉള്ളം കൈയിൽ വന്നതിന് ശേഷം ആ ഉള്ളം കൈയിലെ എൻ്റെ ഈ നടുഭാഗത്ത് ഒരു ചെറിയൊരു സുഷിരം പോലെ ഒരെണ്ണം ഇത് വരികയും അവിടെ വെച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 3 തുള്ളി രക്തം അവിടെ നിന്ന് പുറത്തേക്ക് ഞാൻ നോക്കി 3 തുള്ളി രക്തം മാത്രം. ഞാനത് കൈകൊണ്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഇതെന്ത് സംഗതിയാണ് നോക്കി. അതിനുശേഷം അതൊക്കെ പോയി. പക്ഷേ ഇപ്പോൾ ഞാനത് നമുക്ക് ആ വട്ടം ഇത് ഉണ്ട്, അവിടെ ചെറിയൊരു പാടുണ്ട് അവിടെ. ഇത് പറയുമ്പം മറ്റുള്ളവർക്ക് എന്ത് വേണമെങ്കിലുമൊക്കെ പറയാം. ഇതാണ് എൻ്റെ കൃപാസനത്തിലേക്കുള്ള യാത്രയുടെ എനിക്ക് നേരിട്ട അനുഭവം. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ദൈവം എല്ലാ സർവ്വചരാചരങ്ങളിലും ഉള്ളയാളാണ്. അതുപോലെ തന്നെ ഈ അമ്മ എന്ന് പറഞ്ഞ സങ്കല്പമുണ്ടല്ലോ, ഈ മാതാവ് എന്ന് പറഞ്ഞ സങ്കല്പം, അത് ക്രിസ്തുവിനാണെങ്കിലും പിന്നെ ക്രിസ്ത്യാനിക്കാണെങ്കിലും ജൈനനാണെങ്കിലും സിഖുകാരനാണെങ്കിലും ഹിന്ദുവിനാണെങ്കിലും ഇസ്ലാമിനാണെങ്കിലും ആരാണെങ്കിലും ദൈവമാതാവിൻ്റെ പരിശുദ്ധനായിട്ടുള്ള ഈശോയുടെ ആയിക്കോട്ടെ, ആരുടെ അമ്മ ആയിക്കോട്ടെ, അമ്മ എന്ന് പറഞ്ഞ സങ്കല്പം ലോകത്ത് പവിത്രമാണ്, ദൈവീകമാണ്. നമുക്കറിയാം, നമ്മളുടെ ഹിന്ദു പുരാണത്തിലൊക്കെ പറയുന്നത് പതിവ്രതയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് നമുക്കതിന് പല ഉദാഹരണങ്ങളും നമുക്ക് ചെറിയ മുതൽ വലിയ ഉദാഹരണങ്ങളൊക്കെ നമുക്കറിയാം, നമ്മുടെ കഥകളിലൊക്കെ ഉണ്ട്. അപ്പം അമ്മ സങ്കല്പങ്ങളെ ഒരിക്കലും തള്ളിക്കളയാതിരിക്കുക. ഏതമ്മയാണെങ്കിലും ആ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് മനസ്സുരുകി നമ്മുടെ മനസ്സിലെ സകല സങ്കടങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മകൻ്റെ സങ്കടം കേൾക്കാതിരിക്കാനായിട്ട് ഒരമ്മയ്ക്കും സാധ്യമല്ല. അപ്പോൾ ഇവിടെ സഞ്ചാരി മാതാവ് അത് കുറച്ചുകൂടെ വേഗത്തിൽ സാധ്യമാകുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ എഗ്രിമെൻറ്റിൽ കൂടി നമ്മുടെ മനസ്സിലുള്ള ഉടമ്പടിയിൽ കൂടി നമ്മുടെ മനസ്സിലുള്ള തിന്മകളെ നമ്മൾ ആട്ടിപ്പായിച്ചിട്ട് നമ്മുടെ മനസ്സിലുള്ള നന്മയിലേക്ക് നമ്മുടെ മനസ്സിൽ നിറച്ചിട്ട് നമ്മൾ പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ അചഞ്ചലമായ ഭക്തിയുടെ ആ നിറവിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ എത്ര നടക്കാത്ത സംഗതികളാണെങ്കിലും ഏത് ഹിമാലയൻ ടാസ്ക് ആണെങ്കിലും അത് നടന്നു കിട്ടും. അത് നടക്കുവാനായിട്ട് ഈശ്വരീയമായിട്ടുള്ള ഒരു ചൈതന്യം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇത്രയേ ഉള്ളൂ എനിക്ക് എൻ്റെ കൃപാസന യാത്രയെക്കുറിച്ച് നിങ്ങളോട് പറയുവാനായിട്ട്. എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ, ചോറ്റാനിക്കര അമ്മ അനുഗ്രഹിക്കട്ടെ, മൂകാംബിക ദേവി അനുഗ്രഹിക്കട്ടെ, പരിശുദ്ധമായ ദൈവമാതാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും മനസ്സിൽ സ്നേഹവും നന്മയും കാരുണ്യവും ക്ഷമയും സഹജീവികളുള്ള കരുണയും നിറയട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് ഇതുപോലെ സത്യത്തിൻ്റെതായിട്ടുള്ള മറ്റൊരു എപ്പിസോഡുമായി നാളെ കണ്ടുമുട്ടും വരെ ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.